നിങ്ങൾ വെറും ഒരു ഡിഗ്രി വിദ്യാർത്ഥിയല്ല, നാളത്തെ ലൈഫ് സേവർ കൂടിയാണ്. ഈ ഒരു ചിന്താഗതി ഇല്ലാത്തതാണ് 90% നഴ്സിംഗ് വിദ്യാർത്ഥികളും എക്സാമിൽ പരാജയപ്പെടാൻ കാരണം. പഠിക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് എന്നതിലുപരി ഒരു നേഴ്സായി ചിന്തിച്ചു തുടങ്ങണം. പലരും അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കുന്നത് വെറും പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്ന മനോഭാവം നിങ്ങളുടെ ആൻസർ പേപ്പറിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇത് എക്സാമിനർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും മാർക്ക് കുറയുകയും ചെയ്യും. ഇനി പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്കും പഠിച്ചിട്ട് സ്വയം ചോദിക്കുക, ഒരു നേഴ്സ് എന്ന നിലയിൽ ഈ അറിവ് എനിക്ക് എന്തിനുപകരിക്കും? ഇതിനെ ക്ലിനിക്കൽ റീസണിംഗ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ശ്വാസകോശത്തിന്റെ ഘടന പഠിക്കുമ്പോൾ ന്യൂമോണിയ വന്ന രോഗിയിൽ ഈ ഘടനയ്ക്ക് എന്ത് മാറ്റം വരുന്നു എന്ന് ആലോചിച്ച് പഠിക്കുക. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മറക്കില്ല. ഉത്തരങ്ങൾ എഴുതുമ്പോൾ അതിലൊരു പ്രൊഫഷണൽ ടച്ചും ഉണ്ടാകും. നാളെ ICUവിൽ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നത് കാണാപ്പാഠം പഠിച്ച കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത ഈ ക്ലിനിക്കൽ റീസണിംഗ് ആണ്. നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കുന്നതും മുതിർന്ന നഴ്സിംഗ് അധ്യാപകരാണ്. ഇവർ തിരയുന്നതും ഈ ക്വാളിറ്റി ആണ്. ഈ രീതിയിൽ പഠിച്ചാൽ പരീക്ഷ എളുപ്പമാകുമെന്ന് മാത്രമല്ല, ജോലി കിട്ടാനും എളുപ്പമാണ്. പക്ഷേ തുടക്കക്കാർക്ക് ഈ ക്ലിനിക്കൽ മൈൻഡ് സെറ്റ് എങ്ങനെ വളർത്തിയെടുക്കാം? അതിന് ലളിതമായ 3 സ്റ്റെപ്പുകളുണ്ട്. ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിളായി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യൂ.